വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ജനങ്ങൾ കടക്കുന്നു. കാട്ടാന വിഷയം പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ കടുവ സാന്നിധ്യം കൂടിയായതോടെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ആരാണ് ഉത്തരം പറയേണ്ടി വരിക? ഈ അധികാരികൾ ആവശ്യത്തിനുള്ള നിലവിലുള്ള നിയമം നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് നിയമം കയ്യിലെടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ചില പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ വന്യമൃഗങ്ങളെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ള കാര്യമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമ്മൾ പരസ്യമായി പറഞ്ഞുകൊണ്ടല്ല. നമുക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വയനാട്ടിലെ കൃഷിക്കാർ, സാധാരണക്കാർ ആ വിധത്തിലേക്ക് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മുടെ മക്കളുടെ ജീവന് വേണ്ടി, നമ്മൾ വളർത്തുന്ന, നമ്മൾ നട്ടുവളർത്തിയ സസ്യങ്ങൾ, നമ്മൾ നട്ടുവളർത്തിയ കൃഷികൾ നിലനിർത്താൻ വേണ്ടി വലിയൊരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ മയക്കുവടി വയ്ക്കാൻ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ആയ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി 4-ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ വരുന്നില്ല? അപ്പൊ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ, നാട്ടിലേക്ക് ഇറങ്ങണം. നമ്മളെ പോലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കണം. ഇപ്പൊ പള്ളിയിൽ പോകുന്ന സമയം, പാലളക്കുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് പറയുന്ന കൃഷിക്കാർ, ക്ഷീരകർഷകരാണ് അധികം ഉള്ളത്. രാവിലെ 5 മണിക്ക് എണീച്ച് പശുവിനെ കറക്കാൻ പോകുന്നു. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഇവിടത്തെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങൾ പള്ളിയിലേക്ക് കയറിയിട്ടുണ്ട്. എന്റെ ചേട്ടനൊക്കെ വരുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് കയറി. ഇപ്പൊ വത്സ എന്ന് പറയുന്ന ഒരു ചേച്ചി ഭയങ്കര കടിച്ചില്ല. ഞാൻ ഇറങ്ങി വത്സ. അപ്പൊ ഇറങ്ങി വരുമ്പോ അവിടെ ആ ചേച്ചി ഇന്ന് കരയുന്നുണ്ട്. അപ്പൊ ഇറങ്ങി വന്നപ്പോ എല്ലാവരോടും പറഞ്ഞു പള്ളി കയറിക്കോ, ഇത് വരുന്നുണ്ടെന്ന്. ഒരു സുരക്ഷയില്ല. ഇപ്പൊ അയച്ചേട്ടന്റെ ആന ഇതാക്കുന്നു. ഇപ്പൊ പുലി വന്നു. ഒരു സുരക്ഷയില്ല. ഞാനിന്ന് പള്ളി തരാൻ വേണ്ടി ഇരുന്നായിരുന്നു, പക്ഷെ ഇന്ന് വന്നില്ല. രാവിലെ എങ്ങനെ പള്ളിയിൽ ഭയങ്കര പേടിയാണ് ഇപ്പൊ വയനാട്ടിലെ ജനങ്ങൾക്ക്. പൂർണ്ണമായും ഭീതിയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മരിച്ച ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വേർപാട് ഞങ്ങളുടെ നാടിനെ ആകെ വേദനയിൽ ആഴ്ത്തിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് കടുവയുടെ പ്രശ്നം കൂടിയായപ്പോൾ എല്ലാവരും വളരെ ഭീതിജനകമാണ്. സാധാരണക്കാരന്റെ ജീവിതം തീർത്തും ദുസ്സഹമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയുള്ള ആർക്കും ധൈര്യപൂർവ്വം പകല് പോലും പുറത്തിറങ്ങത്തില്ല. ഇവിടെ കൊച്ചുമക്കളുണ്ടല്ലോ, അവരെ ഓർത്ത് കുഞ്ഞുങ്ങൾ റോഡിലിറങ്ങാതെ വീട്ടിൽ കുത്തിയിരിക്കുവോ? പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ, പിന്നെ ആരാധനാലയങ്ങളിൽ പോകണ്ടേ, പിന്നെ കടകളിലേക്ക് ആവശ്യങ്ങൾക്ക് പോകണ്ടേ, പിന്നെ കുടുംബങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും തന്നെ 99% പാലുകൊണ്ട് ഈ പശുവിനെ വളർത്തി ജീവിക്കുന്നവരാണ്. അവർ രാവിലെ 4-3:30 മുതൽ ഇങ്ങോട്ട് പശുവിനെ കറന്ന് പാല് കൊടുക്കണം രാവിലെ. അങ്ങനെയാണ്. പിന്നെ അതുമല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പലരും പോയി പുല്ല് എത്തിക്കൊണ്ടെന്ന് പശുവിന് കൊടുത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെ ഈ ജനം പുറത്തിറങ്ങുന്നത്? എന്നിട്ട് ഇവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിലേറിയവരും ഈ ജനം ഇതുപോലെ ഉണ്ടാക്കുന്ന കാശ് ടാക്സ് ആയിട്ട് മേടിച്ച് ശമ്പളം വാങ്ങുന്നവരും ഇതേ ജനത്തെ നശിപ്പിച്ചാലുള്ള അവസ്ഥ എന്നതാ. ഇവരെന്നാ ചെയ്യുന്നത്? വലിയ രീതിയിലുള്ള പ്രതിഷേധം അധികൃതർക്ക് നേരെ, ഭരണാധികാരികൾക്ക് നേരെ, വനം വകുപ്പിന് നേരെയുമെല്ലാം ഉയരുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് ചെറിയ കുട്ടികളടക്കം ആ പ്രതിഷേധം ഉന്നയിക്കുന്ന കാഴ്ച കാണുമ്പോൾ പടമലയിൽ പ്രതിഷേധ പ്രകടനവും നടക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം ഇതേ സമയത്ത് ബേലൂർ മകനെ പിടികൂടാനുള്ള ദൗത്യമാണെങ്കിൽ 4-ാം ദിവസം തുടരുകയുമാണ്. MS അനീഷ് കുമാർ ചേരുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. അനീഷ്, വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ഒരു നാടിനെ, ജനങ്ങളെ മുഴുവൻ തള്ളിവിടുന്ന സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഈ കടുവ കണ്ടുപിടിക്കാനുള്ള തെരച്ചിൽ അത് ഏത് ഘട്ടത്തിലാണെന്ന് വനം വകുപ്പ് പറയുന്നു?